തിരുവനന്തപുരം വർക്കല ടൗണിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം അപകടങ്ങൾ പതിവാകുന്നു. ടൗണിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റോഡിന്റെ ഇരുവശങ്ങളിലായി ഇരുചക്ര വാഹനങ്ങളും കാറുകളും അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് മൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ്. ട്രെയിൻ മാർഗം ജോലിക്ക് പോകുന്നവരാണ് അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. റെയിൽവേ സ്റ്റേഷന് മുൻവശത്ത് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ അനധികൃതമായി കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ടും സ്റ്റാൻഡിനുള്ളിൽ യാത്രക്കാരെ കയറ്റില്ല. ചില ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ പോകുന്നത് മൂലം യാത്രക്കാരും യഥാസമയം ബസ് കിട്ടാതെ വലയും. ഇതോടെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ഇന്ന് മദ്യപാനികളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും താവളമായി മാറുകയാണ്. ബന്ധപ്പെട്ട അധികാരികളുടെ മേഖലയിൽ നിന്നും അതിന് വേണ്ടുന്ന ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. അത് ഈ ഇവിടുത്തെ പരിസരവാസികൾക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ നിരന്തരമായ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു ടോയ്ലറ്റ് പോലും ഇല്ല. വരുന്ന യാത്രക്കാർക്ക് അവര് ഇവിടെ ഈ ഒഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മളെ വഴിയിലൊക്കെയാണ് അവര് പല വിസർജന എല്ലാം നടത്തുന്നത്. ബസ് സ്റ്റാൻഡിനകത്തുള്ളത് അവര് പൂട്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കുന്നില്ല. നമ്മളെല്ലാ രീതിയിലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതിനൊരു പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. വർക്കല താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾക്കും ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് മണിക്കൂറുകളോളം കിടക്കേണ്ട അവസ്ഥയാണ്. നഗരസഭ ബസ് സ്റ്റാൻഡിനുള്ളിൽ യാത്രക്കാരെ കയറ്റിയാൽ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാം എന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 വർക്കല.